ചേഞ്ച് ഇല്ല. നാളെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ എനിക്ക് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതൊരു ഡോക്ടറായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. താനിപ്പോ എന്നോട് സംസാരിക്കാറില്ലേ, അതുപോലൊന്ന് തുറന്ന് സംസാരിച്ചാ മതി. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് കാണരുത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്താലോ? അതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ. എന്റെ പരിചയത്തിലുള്ള ഡോക്ടറാണ്, ഞാൻ തന്നെ അപ്പോയിന്റ്മെന്റും എടുത്തോളാം. ഒന്നും പോയി കാണ്. അല്ലാതെ ഇങ്ങനെ ദിവസങ്ങളോളം ഉറങ്ങാതിരുന്ന അതൊക്കെ വലിയ പ്രോബ്ലം ആവും. താൻ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഓക്കെ എന്നാ ബൈ. അടിക്കാറുണ്ടോ? ഇല്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ വൈൻ മാത്രം. ഇപ്പോഴല്ല, പണ്ട്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഉറക്ക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സമയം എടുക്കും ഉറങ്ങാൻ. ഏതെങ്കിലും മെഡിസിൻസ് കഴിക്കണുണ്ടോ ഉറങ്ങാൻ വേണ്ടി? ഇല്ല. അപ്പൊ ഇത് കഴിക്കും. എത്ര നാളായി നന്നായിട്ട് ഉറങ്ങിട്ട്? 2 വർഷം. ഓ, അലക്സ് കൂടെ അല്ല, അലക്സ് മരിച്ചതിന് ശേഷമാണ്. ഹസ്ബൻഡ് ആയിരുന്നു, ആക്സിഡന്റിൽ മരിച്ചു. ഓ സോറി. അലക്സുമായിട്ട് നിങ്ങൾ ഓക്കെ ആയിരുന്നല്ലേ? ഹാപ്പി? യെസ്. 3 വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. ലവ് മാരേജ് ആയിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലീസ് അവരൊക്കെ അല്ലായിരുന്നു. ആൻഡ് ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലക്സ് എന്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നില്ല. ഹി വാസ് മൈ ലവർ, കാമുകൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ അച്ഛൻ, അമ്മ, എല്ലായിരുന്നു. എന്റെ ജീവനായിരുന്നു അലക്സ്. ഓക്കെ, 2 വർഷം ആയല്ലേ? മറ്റേ വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിൽ നിന്നൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് കുറെ ലൈക്ക് ജോബില് കുറച്ചധികം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അത് മാത്രമായി എൻ്റെ ലൈഫേ. എല്ലാം നടന്നു പോണ്ട്. പക്ഷെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട മതി. ശങ്കര, അതിന് എന്തെങ്കിലും കൊടുക്ക്. യെസ്. അലക്സുമായിട്ടുള്ള ലൈംഗിക ജീവിതം എങ്ങനെയായിരുന്നു? ഫിസിക്കൽ ഇന്റിമസി, സെക്സ് ലൈഫിനെ കുറിച്ച് ചോദിച്ചതാ. ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. സോ അതെല്ലാം ഓക്കെ ആയിരുന്നു. 2 വർഷം ആയല്ലേ? അതിനുശേഷം ആരോടും ഫിസിക്കലി ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ തമ്മിൽ അത്രയും വിശ്വാസമായിരുന്നു. ഇപ്പോഴും ആണ്. അവൻ മരിച്ചുപോയില്ലേ? അതുകൊണ്ട് ഞാൻ അവന് കൊടുത്ത വാക്ക്, ആ പ്രോമിസ് തെറ്റിക്കണം. വിശക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. നിങ്ങൾക്ക് കൃത്യമായ ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ലൈംഗിക ആഗ്രഹങ്ങൾ തോന്നും. അത് തന്നെ സ്വാഭാവികം, എല്ലാവർക്കും അങ്ങനെ തന്നെ. അതിൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിലുള്ള ഡിപ്രഷനിൽ കൊണ്ടുവിടും. എന്ന് വെച്ചാൽ നമുക്ക് മൃഗങ്ങളെ പോലെ ആവാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് എന്താ കുഴപ്പം? എല്ലാം ഒന്ന് തന്നെ. ആവശ്യങ്ങളുടെ കാര്യത്തിൽ എല്ലാം ഒന്ന് തന്നെ. വിശപ്പ്, ദാഹം, ശരീരാവസ്ഥകൾ എല്ലാം ഒന്ന് തന്നെ. പിന്നെ സമൂഹം, സംസ്കാരം,
ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളാണ് നമ്മളെ ഈ രീതിയിലാക്കിയത്. അതിൻ്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന മനസ്സ് മൃഗങ്ങളെക്കാളും ഭീകരമാവും. നല്ല അമ്മയായിരിക്കാൻ, നല്ല ഭാര്യയായിരിക്കാൻ ആഗ്രഹങ്ങളും പരാതികളും പുറത്ത് പറയാതെ ഡിപ്രഷൻ അടിച്ച് രോഗികളായി തീർന്ന സ്ത്രീകളാണ് നമുക്ക് ചുറ്റുമിപ്പോൾ. നീരജ, മറികടക്കണം. मैडम कॉफी अच्छला